നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാളി നെഞ്ചിലേറ്റുന്ന ഒട്ടേറെ ഗാനങ്ങൾ സമ്മാനിച്ച സുജാതയുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ്. സുജാത എന്ന ഗായിക എത്ര കണ്ട് സംതൃപ്തിയാണ്. ഒരുപക്ഷെ അവർക്ക് കിട്ടാതിരുന്ന ദേശീയ അംഗീകാരത്തെക്കുറിച്ച് കൂടി അവർ സംസാരിക്കുന്നു. രവീന്ദ്രൻ ഒരു പാട്ട്, നമ്മുടെ നന്ദനത്തിലൊരു പാട്ടില്ലായിരുന്നു. രവീന്ദ്രൻ മാസ്റ്ററിൻ്റെ പാട്ടുകൾ കുറവാണ് പാടിയിരിക്കുന്നത്, പക്ഷേ സോളോസ് കുറവാണ് രവീന്ദ്രൻ മാസ്റ്ററിനെ പാടിയിരിക്കുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് രവീന്ദ്രൻ മാസ്റ്റർ കൂടുതലും രവീന്ദ്രനാഥ് മാസ്റ്ററിൻ്റെ പാട്ടുകൾ പാടാൻ ബെറ്റർ ചോയ്സസ് ചിത്ര ഡെഫിനറ്റ്ലി. കാരണം ഡിഫിക്കൽട്ടാണ് മാസ്റ്ററിൻ്റെ പാട്ടുകൾ പാടാൻ, ശ്വാസം ഒരുപാട് വേണം, പിന്നെ ഭയങ്കര സെമി ക്ലാസ് അല്ല. ശ്വാസ നിയന്ത്രണമാണ് കുറച്ചും കൂടി. ശ്വാസ നിയന്ത്രണമുള്ള പാട്ടും കുറച്ച് ഡിഫിക്കൽട്ട് സോങ്സ് ആയിരിക്കും. ഇപ്പോൾ കളഭം തരാന്തര അങ്ങനത്തെ പാട്ടുകളൊക്കെ ഡെഫിനറ്റ്ലി ഷീസ് എ ബെറ്റർ ചോയ്സ്. പക്ഷെ എനിക്ക് പറ്റിയ പാട്ടിൽ മാസ്റ്റർ തന്നിട്ടുണ്ട്. ഇപ്പോൾ ആരും, കസ്തൂരി, നിദ്ര, അങ്ങനെ കുറേ പാട്ടാണ്. സുജാതയോട് ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, സുജാത ഏറ്റവും നല്ല പാട്ടുകൾ തന്നിട്ടുള്ളത് ആരാ എന്ന് ചോദിക്കുമ്പോൾ സുജാത കേരളത്തിലെ എല്ലാ സംഗീത സംവിധായകന്മാരുടെ പേരങ്ങ് പറയും. ഡിപ്ലോമാറ്റിക്കായിട്ട് ഒരാളുടെ പേര് പോലും വിട്ടുമില്ല. അപ്പോൾ അതാ നീണ്ട നിരയായതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല, ആ ചോദ്യം ചോദിക്കുന്നില്ല. ഇനി സുജാത വിചാരിക്കുന്നത് ബ്രിട്ടാസ് ബോധപൂർവം ചോദിച്ചൊരു ചോദ്യമാണോന്നോ? അല്ല, നോക്കാം, അല്ലെന്ന് പറയാം. ഇദ്ദേഹം ചോദിച്ചാൽ കുഴപ്പമില്ലല്ലോ. JB ജംഗ്ഷനിൽ ഞാൻ വന്നപ്പോൾ സുജു എന്നോട് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ശ്രീനി എന്തുകൊണ്ടാണ് ഡിപ്ലോമാറ്റിക്കേ അല്ല, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചിലപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവുന്നുണ്ട്, കുറച്ച് ഡിപ്ലോമാറ്റിക് ആയിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ആ ചോദ്യം തന്നെ അങ്ങോട്ട് ചോദിക്കുന്നു, ഇത്രയും ഡിപ്ലോമാറ്റിക് ഒക്കെ ആയിട്ട് എന്ത് നേടി? കുറച്ച് സ്ട്രെസ് കിട്ടി, അത്രയല്ലേ ഉള്ളൂ. വാട്ട് ഈസ് ദ പോയിന്റ്? ടെൽ മീ. കിട്ടിയോ? ഇതിനാണ്
ഇതാണ് പണി കൊടുക്കാതെ ശരിക്കും കാണട്ടെ. അപ്പൊ ഞാനല്ല ഇതിനകത്ത് സൂത്രധാരത മനസ്സിലായി. എന്ത് കഷ്ടം. ഇത്രയും ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്ത് കിട്ടി. അത് കഴിച്ചാൽ ഒരു ഒരു ഇതോടെ പോടാ. ആക്ച്വലി അത് ചോദിച്ചത് സത്യമുണ്ട് കേട്ടോ. സത്യമാണ്. അല്ല പക്ഷെ ഡിപ്ലോമാറ്റിക് വെച്ചാൽ വേറൊരാളെ വേദനിപ്പിക്കരുത്, അത്രേ ഞാൻ പറയുള്ളൂ. വേറെ ആളെ വേദനിപ്പിക്കാതെ പറയാനോ? ഞാൻ എന്താ ശ്രീനി മനസ്സിലുള്ളത് അപ്പൊ അതെ ഉള്ളത് തുറന്ന് പാട്ട്. ഇപ്പൊ ഒരു മ്യൂസിക് ഡയറക്ടർ കൊണ്ട് വെച്ച് പാട്ട് ദിസ് ഇസ് നോട്ട് നൈസ് എന്ന് അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ഇങ്ങനെ എന്തിനു കൊള്ളാം, ഐ തിങ്ക് ഇറ്റ് ലാക്സ് ദിസ് എന്നെങ്ങാനും ചിലപ്പോ. പക്ഷെ അത് ആ പാട്ട് നന്നാവാൻ വേണ്ടി പറഞ്ഞേ. ശ്രീനി അങ്ങനെ ഹി സച്ച് എ നൈസ് പേഴ്സൺ, എൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീനി അങ്ങനെയല്ല, പതുക്കെ ഇങ്ങനെ പറയണം, അത് വി ക്യാൻ ഡു ലിറ്റിൽ മോർ ബെറ്റർ അല്ലേ, അങ്ങനെ അവതരിപ്പിച്ചൂടെ. അങ്ങനെ ശ്രീനി അങ്ങനെ പറയില്ല. ഇപ്പം ഞാൻ തന്നെ ചില സ്ഥലത്ത് ചില സ്റ്റേജിൽ പാടുമ്പോൾ ഇറ്റ് വാസ് സോ ബാഡ് സുജു, ഇത് അവിടെ ചേർന്നില്ല അങ്ങനെ പറയാം. അങ്ങനെ പറയല്ലേ സുജു, ഇറ്റ് ക്യാൻ ബി ബെറ്റർ എന്ന് പറയൂ അങ്ങനെ. ബട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ബ്രിട്ടാസ് പറഞ്ഞു ഞാൻ ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിരുന്നു പണ്ട്. അല്ല ഡിപ്ലോമാറ്റിക് ആയിരുന്നു എന്നല്ല, പണ്ട് ഭയങ്കര പേടിയായിരുന്നു എന്നൊക്കെ. ഹീ ഈസ് വൺ ഓഫ് ദ മെയിൻ റീസൺസ് എന്നെ ഇത്രയും ഒരു ധൈര്യവതിയാക്കി തീർക്കാൻ ശ്രീനിയായിരുന്നു ഒരു പ്രധാന കാരണം. കാരണം എനിക്ക് ഒരുപാട് പോസിറ്റീവ് എന്താ പറഞ്ഞേ, ആരെ എന്തിനാ അവരെ പേടിക്കണേ, ഇവരെ പേടിക്കണേ. എന്താ പ്രശ്നം? അതല്ല, അത് വേറെയാണ് പറഞ്ഞതെന്ന്. അങ്ങനെ അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് മനസ്സിലുള്ളത് പറയണം. ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. അങ്ങനത്തെ ഒരുപാട് എനിക്ക് എന്താ ഒരു ധൈര്യം എൻ്റെ പിന്നാലെ ഒരു ഗൈഡ് തന്നെ പറയാം. പക്ഷെ ശ്രീനി ചോദിച്ച ചോദ്യമാണ് ഇത്രയും. ശ്രീനിന് ഒരു വിമർശനമുണ്ട്, ഒരു ചോദ്യമുണ്ട്, ഒരു നിർദ്ദേശമുണ്ട്. ഒന്ന് വിമർശനം, ഒന്ന് സുജാത ഭയങ്കര ഡിപ്ലോമാറ്റിക്കാണ്. ജോൺ ബ്രിട്ടാസിൻ്റെ പേരിൽ അതിന് ചാർത്തണ്ട. അത് പറഞ്ഞത് വളരെ പ്രിയങ്കരനായ സുഹൃത്ത് ശ്രീനിയാണ്. ഞാനൊരു അനുമാനം പറഞ്ഞുകൊള്ളൂ, അത് ശരിയായി വന്നു. ശ്രീനി ഉള്ളതുകൊണ്ട് എൻ്റെ ശ്രീനി വലിയ ഉപകാരം. ഓക്കെ. 2, ഇങ്ങനെ ഡിപ്ലോമാറ്റിക് ആയതുകൊണ്ട് സുജു എന്ത് നേടി? പ്രത്യേകമായിട്ട് ഡിപ്ലോമാറ്റിക് അല്ലാത്ത ആൾക്കാർ നേടിയതിനേക്കാൾ വല്ലതും നേടിയോ? ഇല്ല. ഓഫ് കോഴ്സ് നേടി. സുജാതയുടെ കഴിവുകൾക്ക് അനുസൃതമായിട്ടുള്ള അംഗീകാരം കിട്ടി. പുതാൻ പറഞ്ഞ ദേശീയ അവാർഡ് പോലും കിട്ടിയിട്ടില്ലല്ലോ. ഡിപ്ലോമസി എന്താ കണക്ഷൻ? അതാ പറഞ്ഞേ. അപ്പൊ ഡിപ്ലോമസി കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. 3, ഇനിയുള്ള കാലത്ത് ഇത്ര ഡിപ്ലോമാറ്റിക് ആകേണ്ട കാര്യമില്ല സുജു എന്നാ മൂപ്പർ പറയുന്നത്. ഞാൻ ഡിപ്ലോമാറ്റിക് അല്ല, ഞാൻ അങ്ങനെയാണ്. എനിക്ക് ബാക്കിയുള്ളവരെ വിഷമിപ്പിക്കാന്നുള്ള സാധനം അതാണ്. അത് ഡിപ്ലോമസി എന്നാണെങ്കിൽ ഐ കാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. I don't want to hurt anyone. പക്ഷെ മുമ്പത്തേക്കാളും കുറേശ്ശെ പറഞ്ഞു തുടങ്ങിയല്ലേ ഇപ്പൊ കാര്യങ്ങളൊക്കെ? വ്യത്യാസം തോന്നുന്നില്ല. വ്യത്യാസമുണ്ട്. ഒരു 2-3 വട്ടവും കൂടി JB ജംഗ്ഷൻ കുറെ കൂടി ശരിക്കെന്തോ ഇനി വീണ്ടും പറയണത്. ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ഒരു പാടനെ കേഷ്ടമായി. ഈ പാട്ട് എനിക്കും സുജുവിനും സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇറ്റ്സ് വെരി സ്പെഷ്യൽ ഫോർ മീ. വെദർ ഇറ്റ്സ് സ്പെഷ്യൽ ഫോർ സുജു ഓർ നോട്ട്, എനിക്ക് വളരെ സ്പെഷ്യലാണ് ദാറ്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ് അവാർഡ് ബിക്കോസ് ഐ ഗോട്ട് എൻ അവാർഡ് വിത്ത് ഹർ. ഒരു 22 കൊല്ലത്തിന് മുമ്പ് ഫോർ മീ സുജാത വാസ് എ സ്റ്റാർ ഇൻ ദ സ്കൈസ്. ഷി വാസ് ഓൾറെഡി എ ബിഗ് സ്റ്റാർ. ഞാനൊരു അപ്പോഴാണ് എൻ്റെ entry into film. I was struggling days. ആ സമയത്ത് ഒരു ന്യൂ കമ്മറിൻ്റെ അടുത്ത്, ഒരു ഫ്രഷറിൻ്റെ അടുത്ത് ഇത്രയും നന്നായിട്ട് ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ, എൻകറേജിങ് ആയിട്ട് ഡീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഗ്രേറ്റ്. സോ ദാറ്റ് ഇസ് വൈ ദിസ് അവാർഡ് ഇസ് സോ സ്പെഷ്യൽ ടു മീ ടുഡേ. ഓഫ് കോഴ്സ് ഇന്ന് നമ്മൾ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. ആ പാട്ട് നമുക്ക് ശ്രീനിക്ക് വേണ്ടി ഒന്ന് പാടാം. ശ്രീനിയുടെ ഇപ്പോൾ ശ്രീനി പറഞ്ഞു സ്റ്റാർട്ടറിനെ ഒരുപാട് എൻകറേജ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ശ്രീനി വാസ് എ സ്റ്റാർട്ടർ. പക്ഷേ ആക്ച്വലി എൻകറേജ് ചെയ്തതല്ല, ഹി വാസ് സച്ച് എ ഗുഡ് സിംഗ്. ആ സമയത്ത് ഞാൻ ശ്രീനിയുടെ ഗസൽസൊക്കെ ആദ്യം പാടുന്ന കേട്ടിട്ട് ശരിക്കും വരണ്ടു പോയായിരുന്നു. അത്ര ഭയങ്കര സിംഗിങ് ആയിരുന്നു ഈ ആക്ച്വലി ഫിലിമിന് വരണതിന് മുമ്പേ. അതൊക്കെ ആ ഒരു ഇതിലാണ്
ആക്ച്വലി ഞാൻ ശ്രീനിയുടെ ഫാനായിരുന്നു, അത്ര ഇഷ്ടമായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ സിനിമയിലൊക്കെ പാടി തുടങ്ങി. ഞാൻ പാടുന്ന പാട്ടിനൊക്കെ ശ്രീനി കോറസൊക്കെ പാടിയിട്ടുണ്ട്. അങ്ങനെ റഹ്മാൻ്റെ അവിടെ നിന്നാണ് ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയത്. ശ്രീനി വളരെ എന്താ പറയണ്ടേ, ഒരു പ്രൊഫഷൻ വിട്ടിട്ട്, ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ പ്രൊഫഷൻ വിട്ടിട്ട് റിസ്ക് എടുത്ത് ചാടിയതാണ്. ഇത് ടച്ച് പിടിച്ചില്ലെങ്കിൽ ജീവിതം കട്ടപ്പുകയാവും എന്നുള്ള രീതിയിലാണ്. എന്തായാലും ശ്രീനിയെ സംഗീതം തുടച്ചു. ശ്രീനിയുടെ മ്യൂസിക് ഡയറക്ഷനിൽ ഞാൻ പാടിയിട്ടുണ്ട്, 2-3 പാട്ട് പാടിയിട്ടുണ്ട്. ദൂരെ ദൂരെ വാനിൽ ഞാൻ ഒരു പാട്ടുണ്ട്. പിന്നെ ഇതിലേ വരൂ ഇനിയും വെറുതെ. പിന്നെ തമിഴിലുണ്ട് ഇനി നാനും നാനില്ലേ തര അത് പാടിയിട്ടുണ്ട്. പിന്നെ ഉണ്ട് നല്ലൊരു പാട്ട് പെട്ടെന്ന് പാടവാ പാടവാ കലകളെ പാടവാ. ഒരുപാട് പാട്ടുണ്ട്. ഹീസ് എ ബ്യൂട്ടിഫുൾ കമ്പോസർ ഓൾസോ ആക്ച്വലി. സോ ഫോർ യു മൈ ഡിയർ ഫ്രണ്ട്. ഓക്കെ, വളരെ ബബ്ലി ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സുജാതയുടെ സ്വഭാവമൊക്കെ കുറേയൊക്കെ ശീലിക്കുന്നുണ്ട്. ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ഒരുപാട് എനിക്കിഷ്ടമായി. ബാസുരി ശ്രുതി പോലെ നിൻ സ്വരം കേൾക്കേ ഒരുപാട് എനിക്കിഷ്ടമായി. അതു ചേർന്നു കേൾക്കും സാന്ദ്രമൃദംഗമെൻ ജീവന്റെ ആദിതാളം. ഓ ബാസുരി ബാസുരി. ഒരുപാട് സംഗീത സംവിധായകന്മാർക്ക് വേണ്ടിയിട്ട് സുജാത ശബ്ദം നൽകി. പക്ഷേ ശ്രദ്ധിക്കപ്പെടുന്ന പാട്ടുകളെന്ന് പറയുന്ന ഒരു പട്ടിക നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞതുപോലെ വിദ്യാസാഗർ, ഈ പറഞ്ഞ ജോൺസൺ മാഷ്, ഓഫ് കോഴ്സ് റഹ്മാൻ, രാജാ സാറ്, അങ്ങനെ രവീന്ദ്രൻ സാറ്, ആ പട്ടികയിലേക്ക് വരുവാണ്. പിന്നീട് കുറച്ചുകൂടെ ഒരു ചെറുപ്പത്തിൻ്റെ ഇത് പട്ടിക എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് വരുന്നൊരു മുഖം ജയേന്ദ്രനെയാണ്, എം ജയേന്ദ്രൻ. കുട്ടൻ നമുക്കെല്ലാം വളരെ വേണ്ടപ്പെട്ടതാണ്, നമ്മുടെ അടുത്ത സുഹൃത്തും കൂടെയാണ്. കുട്ടനാണെങ്കിൽ ഇതിനകത്ത് ഒരു പാട്ട് ലയിച്ചിട്ടാണ് കുട്ടൻ ആ പാട്ട് ഉണ്ടാക്കുന്നത്. മറ്റുള്ളവരിലേക്കാളും കൂടുതൽ അതിനെ ആവാഹിക്കും. അങ്ങനെ മനസ്സും ശരീരവും ബുദ്ധിയും ചിന്തയെല്ലാം കൂടെ അർപ്പിച്ച് കുട്ടൻ ഒരുപാട് പ്രേമിക്കും. പിന്നെ ജയേന്ദ്രനോട് ആ പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ജയേന്ദ്രൻ അതിൻ്റെ എല്ലാ ഭാവവും മുഖത്ത് പ്രകടമാക്കും. പക്ഷെ കുട്ടൻ ഒരുപാട് നല്ല പാട്ടുകൾ, ഒരുപാട് നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട്. ആക്ച്വലി മണിക്കുയിലേ മണിക്കുയിലേ അതൊരു ന്യൂ ഇയറിനാണ് ഞാൻ അത് പാടിയത്. വീണ്ടും ഞാൻ പറയണു, ആ പാട്ടിന് ജയേന്ദ്രന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി ആ വർഷം. പിന്നെ ഒരുപാട് പാട്ടുണ്ട്. രാക്കിളി തൻ വഴിമറയും ഈരൻ പെരുമഴക്കാലം അതുണ്ട്. പിന്നെ ചക്കരക്കിളി ചക്കിയമ്പിളി നിന്റെ കണ്ണിലോ അതുണ്ട്. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടിലേ ചൊല്ലിലേ അതുണ്ട്. അതിന് ഒരുപാട് പാട്ട്. മാമ്പഴക്കാരത്തൊരു പാട്ട് കണ്ടു അത് നമുക്ക് കുട്ടന് വേണ്ടിയിട്ട് നമുക്ക് പാടാം. കൊച്ചു പൂവിന്റെ ചില്ലുവച്ച ചിറകിൽ കുരുനീളം തിങ്കളെ നീ ഉദിച്ചു. നിന്റെ പറക്കാത്ത പാവയ്ക്കും പാവാടത്തുമ്പിക്കും ഉയിരിന്റെ ഊഞ്ഞാലയാവുന്നു ഞാൻ. നിന്നോടു മിണ്ടാതെ ഉറങ്ങൂല
ഇങ്ങനെ പറയുമ്പോൾ ഇനി മൂപ്പറെ കൊണ്ടുവന്നില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. JB ജംഗ്ഷനിൽ ചേച്ചി കാണുന്നത് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ചേച്ചീസാണ് ചേച്ചീസ്. അപ്പോൾ എനിക്ക് ചേച്ചിയോട് ചോദിക്കാനുള്ളത്, ശ്വേതയെ ഒരു സിംഗർ എന്നുള്ള രീതിയിൽ ചേച്ചി എങ്ങനെ വിലയിരുത്തുന്നു? അമ്മ എന്നുള്ള രീതിയിലല്ല, സിംഗർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ശ്വേതയിൽ കാണുന്ന പോസിറ്റീവ്സ് എന്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രോണറി ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? അതേസമയം ശ്വേത ഇനി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ചേച്ചിക്ക് തോന്നുന്ന എലിമെൻറ്റ്സ് എന്താണ് ഒരു സിംഗർ എന്നുള്ള രീതിയിൽ? ജയേന്ദ്രൻ വളരെ സീരിയസ് ആയിട്ട് ചോദ്യം ചോദിച്ചേക്കുന്നത്. കുറച്ചൊരു ട്രെയിനിങ് ഉള്ള പോലെ ഇല്ല, അയ്യോ ദൈവമേ, എനിക്ക് വയ്യ, ഒരു ട്രെയിനിങ് കൊടുത്തിട്ടില്ല. വളരെ നൈസർഗികമായിട്ട് അദ്ദേഹത്തിന് ചോദിക്കണത് ചില കാര്യങ്ങളിൽ. ഇന്നത്തെ ഈ JB ജംഗ്ഷനിൽ ഒരു ഗുണം എന്താ അറിയാമോ സുജാത? ചില ആൾക്കാർക്ക് നേരിട്ട് ചോദിക്കാൻ പറ്റാത്ത ഇവിടെ വന്നിട്ടൊക്കെ ചോദിക്കും. അതെ. അപ്പം ജയേന്ദ്രൻ ചോദിച്ച 3-4 ചോദ്യങ്ങളുണ്ട്. ശ്വേതയുടെ പ്ലസ് പോയിന്റ്സ്, ഇഷ്ടമുള്ളത് എന്താണ്, ഇഷ്ടമല്ലാത്തത്, ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അതെ, ആക്ച്വലി ജയനാണ് ശ്വേതയെ കൊണ്ടുവന്നത് അല്ലേ, ശ്വേതയാക്കിയത്. ആക്ച്വലി ഫസ്റ്റ് ശ്വേത പാടിയത് ദീപുവിന്റെ പാട്ടാണ്. ജയചന്ദ്രന്റെ കോലക്കുഴൽ വിളിയാണ് അവളെ ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യിച്ചത്. ഒരു അവാർഡൊക്കെ ചെറുപ്പത്തിൽ. അതെ. എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും തിരിച്ചിഷ്ടമാണ്. ജയേന്ദ്രന് എന്നെയും ഭയങ്കര ഇഷ്ടം, എനിക്കറിയാം. ആ ഒരു ഫ്രീഡം ജയേന്ദ്രന് ശ്വേത എടുത്തുണ്ട്. നല്ല ചീത്തയൊക്കെ കൊടുക്കും ശ്വേതയ്ക്ക് റെക്കോർഡിങ് സമയത്ത്, പൊരിച്ച് ചീത്ത കൊടുക്കാറുണ്ട്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് പറയും, അമ്മ കുട്ടൻ ചേട്ടൻ എന്നെ ഒരുപാട് ചീത്ത തരണമെന്നൊക്കെ വന്ന സങ്കടമൊക്കെ ഒന്ന് പറയാറുണ്ട്. ഞാൻ ജയേന്ദ്രനെ വിളിച്ചോറും പറഞ്ഞോളൂ, കുറച്ച് കുഴപ്പമില്ല, കുറച്ചുകൂടെ പറയും, എനിക്കാണ് അവളുടെ മുഖത്തൊക്കെ ചീത്ത പറയാൻ പറ്റുന്നില്ല, നല്ലതിന് വേണ്ടിയല്ലേ. പക്ഷെ ശ്വേതയെ ആക്ച്വലി ആസ് എ മദർ എന്ന് പറഞ്ഞുകൂടാന്ന് തോന്നുന്നു അല്ലേ. ഹി ആസ് എ സിംഗർ ഐ തിങ്ക് ദ വേ ഷീ ഈസ് ഗ്രോയിങ് നല്ല, ഇറ്റ്സ് വെരി പോസിറ്റീവ്. ശ്വേത തുടങ്ങിയതിനെക്കാട്ടും ബഹുദൂരം ഇപ്പോൾ സിംഗിങ്ങിൽ മുന്നോട്ടെത്തി എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കണത്. എവിടെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്? ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അവളുടെ മേ ബി ദ വേ ഷീ ഡീൽസ് വിത്ത് പീപ്പിൾ, മേ ബി കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആകാം. അത് പഠിപ്പിച്ചു കൊടുത്തില്ലല്ലേ? അത് പറഞ്ഞു കൊടുത്തില്ല. അവളിതുപോലെ ഓപ്പണാ, ഒരു ട്രാൻസ്പെറന്റ് കൊച്ചാണ്. എന്ത് മനസ്സിലുള്ളത് പുതിയ ജനറേഷനാ, നല്ല പറയും. പക്ഷെ അങ്ങനെ ആരെയും ഹേർട്ടി അങ്ങനെയല്ല, പക്ഷെ മനസ്സിലുള്ളത് പറയും. നല്ലൊരു കുട്ടിയാണ്, അത് ഓപ്പൺ ആണെല്ലാം. മനസ്സിലൊന്ന് വെച്ച് വേറെ പറയാൻ അറിയില്ല, സുഖിപ്പിക്കാൻ അറിയില്ല ആൾക്കാരെ. അപ്പോൾ അങ്ങനത്തെ ഒരു കുട്ടിയാണ്. ബട്ട് റിസ്ട്രെയിൻഡ് ആകാം അല്ലേ? റിസ്ട്രെയിൻ വെച്ചാൽ അവൾ അങ്ങനെ ഒന്നും പറയില്ല. ബട്ട് കുറച്ചും കൂടെ ആൾക്കാരായിട്ട് നല്ലോണം റാപ്പ്, കുറച്ചും കൂടെ കോണ്ടാക്ട്സ് വയ്ക്കുക ആൾക്കാരായിട്ട് കൂടുതൽ. ഇപ്പൊ ആരുമായിട്ട് കോണ്ടാക്ട് വെക്കില്ല, അവളെ വിളിക്കുന്നവരെ പോയി ഒന്നുമില്ല, നത്തിങ്, ആരായിട്ടും കോണ്ടാക്ട് ഇല്ല. ഇടയ്ക്കിടയ്ക്ക് പറയൂ ശ്വേത, കുറച്ചൊക്കെ ആൾക്കാരെ വിളിക്കുക, ബന്ധപ്പെടുക, അങ്ങനെ ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു അതിന്റെയൊക്കെ വയസ്സ് കഴിഞ്ഞില്ലേ, വലിയ കുട്ടിയായില്ല അവരൊക്കെ. ഇനി നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം? നമ്മുടെ അമ്മയായി, ഇനിയിപ്പോ എന്ത് പറയാനാണ്? ശ്വേതയുടെ എനിക്ക് ഇഷ്ടമുള്ളൊരു പോയിന്റ്, ഇപ്പോൾ പറഞ്ഞ പോലെ ഏറ്റവും ഇഷ്ടമുള്ള പോയിന്റ്, അവൾ ഫിലിം മ്യൂസിക്കും മാത്രമല്ലാതെ വേറെ പല ജോണേഴ്സ് ഓഫ് മ്യൂസിക് അവൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പഠിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, കുറേ ഫോക്കസ് ചെയ്ത്. അതൊക്കെ അങ്ങനെ ഒരു എനിക്ക് മോഹനെ കിട്ടിയ പോലെ നല്ലൊരു ഭർത്താവെ ദൈവം സഹായിച്ച് അവൾക്കും കിട്ടി. എല്ലാം പാട്ട് അവൾ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഭർത്താവും കൂടിയാണ്. അവൾക്ക് ഇഷ്ടമായിരുന്നു അശ്വിനെ അല്ലേ? പ്രണയിച്ചു. അതെ, സുജാതയ്ക്ക് കിട്ടാതിരുന്ന ഒരു ഭാഗ്യം അവൾക്ക് കിട്ടി. ഒരു ചെറിയൊരു ഞാനൊരു വില്ലി ആയതാണ് അതില്. ആണല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്കിയോ? ഒന്ന് ശ്രമിച്ചു നോക്കി. അങ്ങനെയല്ല, അവള് അച്ചു അവളുടെ ഏറ്റവും വലിയ ഒരുമിച്ച് പഠിച്ചിരുന്ന സുഹൃത്തിന്റെ ബ്രദറാണ്. അപ്പോൾ എപ്പോഴും വരുമായിരുന്നു. എനിക്കിഷ്ടമാണ് അശ്വിനെ, വലിയ ഇഷ്ടമാണ് എനിക്ക് അശ്വിനെ. എനിക്കൊന്നും പറഞ്ഞല്ലോ നേരത്തെ, ആൺകുട്ടികളെന്ന് വെച്ചാൽ ഇത് വെളുത്തു ഒന്നിരിക്കണം. എനിക്ക് ആദ്യം കണ്ടത് തൊട്ട് എനിക്ക് മോനെ പോലെ തന്നെയാണ്. പക്ഷേ ശ്വേത ഇങ്ങനെ ഒരു സ്നേഹം പറഞ്ഞപ്പോൾ എനിക്ക് ഷോക്ക് എന്താണെന്ന് വെച്ചാൽ അശ്വിൻ അമേരിക്കയിലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈശ്വര എൻ്റെ മോൾ അങ്ങോട്ട് പോവുമോ? അപ്പോൾ അവൾ എങ്ങനെയാണ്, എനിക്ക് ഒറ്റ മോളും ഉണ്ട്, കൊച്ചു അമേരിക്കയിൽ പോയി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അവരുടെ ഭാവി ഓർത്തിട്ടല്ല, നമ്മുടെ സ്വാർത്ഥ താല്പര്യം.
കൊള്ളാം. കുറച്ച് അത് തന്നെയാണ് കുറച്ച് കാരണം. അതല്ലേ. അപ്പോൾ കുറച്ചൊരു ഞാൻ പ്രശ്നമാക്കി. എന്നിട്ട് ഒരാഴ്ചയൊക്കെ കൊടുത്തു നോക്കുക. അവള് ബഹളമായി. മുറിച്ചോ? മുറിക്കാൻ ശ്രമിച്ചു? മുറിക്കാൻ ശ്രമിച്ചില്ല, പക്ഷേ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ് എല്ലാം പറഞ്ഞു കൊടുത്തു. ഒരാഴ്ച കൊടുത്തു. പ്രോസ് ആൻഡ് കോൺസ് കൊടുത്ത സമയത്ത് അതിന്റെ കോൺസിന് കുറച്ച് കൂടുതൽ കൊടുത്തു. അല്ല, അങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു. എന്നാലും ഒന്ന് വേണോ ആലോചിക്കുക. പക്ഷെ അശ്വിൻ എന്ന് പറഞ്ഞൊരു ആള് ഇതൊക്കെ നോക്കുമ്പോഴും എന്തൊക്കെ നമുക്ക് ആ കല്യാണത്തിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് എല്ലാം നോക്കിയാലും അശ്വിൻ എന്ന് പറഞ്ഞൊരു ആളുടെ സ്വഭാവം മേലെ നിൽക്കണം. ഈസ് സച്ച് എ നൈസ് ബോയ്. അപ്പോൾ അവിടെ എനിക്ക് പറയാതിരിക്കാനും നോന്ന് പറയാനും വയ്യ, ഞാൻ ഒരുപാട് നിർബന്ധം പിടിക്കാനും വയ്യ. അപ്പോൾ ശ്വേതയ്ക്ക് ഞാൻ പറഞ്ഞു, മോളെ ഒരാഴ്ച മോള് കറക്റ്റായിട്ട് ആലോചിക്കും എന്ന് പറഞ്ഞ് വിട്ടുകൊടുത്തു. ആഫ്റ്റർ 1 വീക്ക്, ആ ഒരാഴ്ച അവൾ ആലോചിച്ചേക്കാളും കൂടുതൽ വേണമെങ്കിൽ സുജാതയായിരിക്കും ആലോചിച്ചിട്ടുണ്ടാവും. ആക്ച്വലി എൻ്റെ BP ഒക്കെ ആ സമയത്ത് നല്ല ഹൈ ആയി. എനിക്ക് കുറച്ച് വട്ടുപിടിച്ച സമയം ദിവസങ്ങളായിരുന്നു. മോഹന് ഭയങ്കര ഇഷ്ടമാണ് അശ്വിനെ. കാരണം അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾക്ക് നല്ലോണം അറിയാം, നല്ല അച്ഛനും അമ്മയും. ഇതിലപ്പുറം അവൾക്ക് നല്ലൊരു കുടുംബത്തിന് ടച്ച് വുഡ് കിട്ടില്ല, അത്രയും നല്ലൊരു ഫാമിലിയാണ് അവർ. ഈ അമേരിക്ക കൊച്ച് അതായിരുന്നു ഒരേ ഒരു ബ്ലോക്ക്. പക്ഷെ ഞാൻ അത് അവളുടെ അടുത്തല്ലാതെ ഞാൻ അശ്വിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടേ. അശ്വിൻ കേൾക്കരുത് കേട്ടോ ഈ ഭാഗം വരുമ്പോൾ TV ഓഫ് ആയിക്കോളുക. അതെ, അതായത് നിങ്ങളുടെ പ്രണയത്തെ ഉണ്ടല്ലോ തകർക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്ത ഒരാളാണെന്നറിയോ? വില്ലി. അതെ. പക്ഷെ ആ ദിവസങ്ങൾ ഭയങ്കര എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ശ്വേത വന്ന് പറയുന്നു, ഇല്ല അമ്മ, ഞാൻ അശ്വിനെ തന്നെ എന്ന് പറഞ്ഞപ്പോ ഓക്കെ. അപ്പൊ ഞാൻ റെഡി ആവണം എങ്ങനെയാന്ന് അറിയാമോ? മനസ്സിൽ ആദ്യം ചെയ്യണ ഷൂസ് വാങ്ങി എക്സസൈസ് ഒക്കെ ചെയ്യണം. അമേരിക്കയിൽ പോകുമ്പോ നമുക്ക് വെക്കേഷൻസിനൊക്കെ പോകണ്ടേ, അപ്പോ കുക്കിംഗ് പഠിക്കണം ഒന്നാമത്. അവിടെ ചെന്ന അവിടെ ചെന്നാൽ നമ്മൾ കുക്ക് ചെയ്യേണ്ടി വരും, കൊച്ചിനെ ഹെൽപ്പ് ചെയ്യാൻ പോണ്ട ഇടയ്ക്ക്. അപ്പോൾ അതൊക്കെയായിരുന്നു എനിക്ക് ദൈവമേ, ഞാൻ കുക്കിംഗ് പഠിക്കണം. ഇനി ശ്വേതയുടെ പ്രസവം എടുക്കാൻ വേണ്ടി 3 മാസം അവിടെ പോയി നിൽക്കണം. എന്തെല്ലാം അവിടെ എങ്ങനെ ജീവനക്കാരെ കിട്ടില്ല വീട്ടില്, എന്തെല്ലോ ആലോചിച്ചു കൂട്ടിയല്ലേ. അങ്ങനെ അതൊക്കെ പ്രിപ്പയർഡ് ആയി. ആക്ച്വലി ഐ വാസ് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. കാരണം ഷീ ഡിസൈഡഡ് ആൻഡ് അശ്വിൻ ഈസ് എ വെരി ഗുഡ് ബോയ്. ഫൈനലി നോക്കുമ്പോൾ നമുക്ക് അതാണ് മെയിൻ. അവളുടെ ലൈഫ് ഷീ ഷുഡ് ബി ഹാപ്പി. അവളുടെ ചോയ്സ് തെറ്റിയിട്ടില്ല. സുജാതയുടെ കുടുംബത്തിൽ ഒരുപാട് എന്താ പറയുക സന്തോഷവും ഐശ്വര്യവും അശ്വിനും കൊണ്ടുവന്നു. ഹാപ്പി ഫാമിലി നൗ. ആൻഡ് എന്താണെന്ന് വെച്ചാൽ അശ്വിൻ നെവർ ടോൾഡ് us ദാറ്റ് ഈ കല്യാണം നിശ്ചയിക്കുന്ന ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഹി ഹാഡ് ഡിസൈഡഡ് ടു കം ബാക്ക്. അത് ഞങ്ങൾക്ക് പറഞ്ഞിരുന്നേ ഇല്ല. അത് പറഞ്ഞിരുന്നെങ്കിൽ വേണമെങ്കിൽ ടെൻഷൻ മുഴുവൻ പോകുമായിരുന്നു അല്ലേ? ആക്ച്വലി മേ ബി 7-8 വർഷം മൂപ്പർ അവിടെ ഉണ്ടായിരുന്നു. 9 വർഷം ഉണ്ടായി. 9 വർഷം. ഇറ്റ് വാസ് ട്രൈങ് ടൈം സുജാത ആക്ച്വലി അല്ലേ? ശരിക്കും അമേരിക്കയിൽ ഏറെക്കുറെ സെറ്റിൽ ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ, അത് മാത്രമല്ല ശ്വേതയുടെ സിംഗിങ് കരിയർ പോലും വേണമെങ്കിൽ നഷ്ടപ്പെടേക്കാന്ന് വിചാരിച്ചു. സിംഗിങ് കരിയറൊക്കെ അത് ഞാൻ അറ്റി ആലോചിച്ചില്ല. കരിയർ അവളെന്ത് മോളുണ്ടായ സമയത്ത് മോൾക്ക് ഈ പാട്ടിന്റെ വരം കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള ആശങ്ക ഉണ്ടായിരുന്നു? ഇല്ല. അത് പാട്ടിനെ പറ്റി ഞാൻ ചിന്തിച്ചിരുന്നേ ഇല്ല. കിട്ടിയാൽ അത് ബോണസ്. എനിക്ക് 2 ആഗ്രഹങ്ങൾ. ഒന്ന്, നല്ല എല്ലാം ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞ് കിട്ടണം. മോളായ ഭയങ്കര സന്തോഷം. സ്ട്രെയിറ്റ് ഹെയർ വേണം, പൊക്കം വേണം. ഇത് 2 എൻ്റെ ആഗ്രഹങ്ങൾ. അതായത് നമുക്ക് കിട്ടാതെ പോയ 2 കാര്യങ്ങൾ. ഓ, സ്ട്രെയിറ്റ് ഹെയർ ഒക്കെ ഇപ്പോൾ സുജാത ഇപ്പോൾ 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹെയർ ഒക്കെ ഏത് രൂപത്തിലാക്കാം? ഇതിനു വേണ്ടി വല്ല പ്രാർത്ഥിക്കണ്ടേ? 28 വർഷമൊന്നുമല്ല അന്ന് പ്രബലമായിരുന്നില്ലല്ലോ. അപ്പൊ അതെല്ലാം ഈശ്വരൻ തന്നു മോക്ക്. എന്താണ് പിന്നെ ശ്വേത പാടുമെന്നുള്ള കാര്യം ബോധ്യപ്പെട്ടത്? ശ്വേത കുഞ്ഞിലേ പാടുമായിരുന്നു. എങ്ങനെ അങ്ങനത്തെ ഞങ്ങൾക്ക് എക്സസൈസ് ഉണ്ട്. അത് അവൾ കൊച്ചിലെ എൻ്റെ കയ്യിലുണ്ട് കാസറ്റ്. മേ ബി 1.5 വയസ്സ് 2 വയസ്സിൽ അത് പാടുമായിരുന്നു. കറക്റ്റ് നോട്ട്സ് ഒക്കെ കറക്റ്റ്. അതായത് ദാസേട്ടൻ കേട്ടു, മോളെ ഇവള് പാടും കേട്ടോ എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ കുറച്ച് വലുതായി കഴിഞ്ഞിട്ട് അവൾ അങ്ങനെ ഒരു
മേ ബി ഞാൻ ഈ ഓടി നടക്കുന്ന രാത്രിയാവുമ്പോൾ റഹ്മാൻ്റെയൊക്കെ സമയത്ത് പാടി നടന്ന സമയം 3 മണി 4 മണി. അപ്പോൾ അവളിങ്ങനെ ബാൽക്കണിയിൽ അവൾ വന്ന് അമ്മയോട് എന്താ അമ്മ വരാത്തേ, അമ്മൂമ്മയുടെ കൂടെ നിന്ന് ചോദിക്കുന്നത് അമ്മ എന്താ വരാത്തേ, എന്ത് ലേറ്റായി. പിന്നെ ട്രാവലിനൊക്കെ പോകുമ്പോൾ അവൾ തനിയെ. അപ്പോൾ അവൾക്ക് അതുകൊണ്ടാണോ എന്തോ പാടണം എന്ന് പറഞ്ഞിരുന്നേ ഇല്ല. പക്ഷെ പിയാനോ ഞാൻ പഠിപ്പിച്ചിരുന്നു, വായ്പാട്ടും പഠിപ്പിച്ചിരുന്നു. അവളായിട്ട് തന്നെ നിർത്തി, എനിക്ക് പഠിക്കേണ്ടെന്ന് പറഞ്ഞു. കോളേജിൽ വന്നിട്ട് ആ കുട്ടി ശരിക്കും ബ്ലൂം ചെയ്തത്. അവളുടെ ഒരു നല്ലൊരു ടീച്ചറിനെ കിട്ടി, ബിന്നി കൃഷ്ണകുമാർ. ഞാൻ ഫുൾ ക്രെഡിറ്റ് ഫോർ ശ്വേതാസ് മ്യൂസിക് ബിന്നിക്കാണ് കൊടുക്കുക. അത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വരുമ്പോൾ ഇങ്ങനെ ബാത്റൂമിലേക്ക് ഇരുന്ന് പാടി കേൾക്കുന്നല്ലാതെ ശരിക്കും ഇങ്ങനെ അധികം പാടി കേട്ടിട്ടില്ല. കോമ്പറ്റീഷൻസിനൊക്കെ കിട്ടി തുടങ്ങി. അപ്പോഴാണ് അറിയണേ ഷീസ് ഗുഡ്. എന്നിട്ട് അവളുടെ അടുത്ത് പറഞ്ഞു ഡെമോ ചെയ്തിട്ട് കൊണ്ട് കൊടുക്കും എല്ലാവർക്കും എന്ന് പറഞ്ഞു. അങ്ങനെ സംസ്ഥാന അവാർഡും കിട്ടി. അതും എം ജയേന്ദ്രനാണ് ആ സംസ്ഥാന അവാർഡ് പ്രദാനം ചെയ്തത്. പക്ഷെ ആ സംസ്ഥാന അവാർഡ് ഒരുപക്ഷെ ആ പാട്ടിൽ ശ്വേതയ്ക്കൊപ്പം ഭാഗവാക്കായത് മറ്റാരുമല്ല ദാസേട്ടൻ്റെ മകനാണെന്നുള്ളതും സന്തോഷത്തിന് ഒരു നിദാനമായി. വിജയെ കൊണ്ടുവരേണ്ട സമയമായി. വരട്ടെ വിജയ്. ലെറ്റിംഗ് കം. ഹായ് സുജി, ഹായ് ബ്രിട്ട സർ ആൻഡ് എല്ലാ JB ജംഗ്ഷനിലെ എല്ലാ വ്യൂവേഴ്സിനും എൻ്റെ നമസ്കാരം. സുജി, ഒരു ഇൻട്രസ്റ്റിംഗ് ട്വിസ്റ്റായിട്ട് ഒരു 3 ചോദ്യങ്ങൾ ചോദിക്കാം. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് സുജി സെലക്ട് ചെയ്ത ആൻസർ ആയിട്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സുജിക്ക് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ ഇഷ്ടമുള്ളത് അപ്പയുടെ കൂടെയാണോ അതോ എൻ്റെ കൂടെയാണോ? സെക്കൻഡ് ക്വസ്റ്റ്യൻ, സുജി എത്രയോ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് നോട്ട് കോൺട്രവേഴ്ഷ്യൽ, പക്ഷേ ഒരു മെമ്മറി, ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള സ്റ്റേജും വാട്ട് ഈസ് മെമ്മറബിൾ അബൌട്ട് ദാറ്റ് സ്റ്റേജ് എന്നുള്ളത് ഞങ്ങളോട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഓഡിയൻസിന് ഷെയർ ചെയ്യാം. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, ഇതാണ് എൻ്റെ ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആക്ച്വലി. മോഹൻചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്വാളിറ്റി ദാറ്റ് യു ലൈക്ക്, വാട്ട് ഇസ് ഇറ്റ്? സോ ഈ 3 ക്വസ്റ്റ്യൻസിൽ whichever one you can choose. Enjoy. Thank you. വിജുമോനെ, നിനക്കും ഇത് തന്നെ ആയിരിക്കും ഞാൻ ആൻസർ പറയണമെന്ന് അറിയാം. ഡെഫിനറ്റ്ലി ദാസേട്ടനാണ്, അതിനൊരു സംശയമില്ല. ദാസേട്ടന്റെ കൂടെ നിന്ന് പാടി പിന്നീട് വിജുവിന്റെ കൂടെ ഒന്ന് പാടുന്നു. 2 തലമുറയുടെ കൂടെ ഒന്ന് പാടുകയാണ്. പിന്നെ വിജുവിന്റെ കൂടെ പാടുമ്പോൾ റിലാക്സ്ഡ് ആയിട്ട് നിന്ന് പാടും. ദാസിന്റെ കൂടെ പാടുമ്പോൾ യു ഹാവ് ടു ബി ഫോക്കസ്ഡ്, വെരി ഫോക്കസ്ഡ്. അതെ. പക്ഷെ ആ സ്നേഹം നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് കിട്ടും. ഞാൻ കയ്യിലെടുത്ത് ഇവന്റ് പിന്നെ എല്ലാ ഇവന്റുകളും സുജാതയ്ക്ക് വളരെ ഹൃദ്യമായിട്ട്, പക്ഷേ എങ്കിൽ പോലും മെമ്മറബിളായി കിടക്കുന്ന ഏതെങ്കിലും സ്റ്റേജ് ഉണ്ട്. അപ്പം മെൽബോണിൽ പാടിയത്, ന്യൂയോർക്കിൽ പാടിയത്, ദുബായിൽ പാടിയത്, മുംബൈയിൽ പാടിയത്, അല്ലെ നാട്ടിൻപുറത്ത് പാടിയത്, അല്ല അങ്ങനെ ഒരുപാട് സ്റ്റേജസ് അങ്ങനെ എടുത്ത് പറയാം. ദാസേട്ടൻ്റെ കൂടെ 2-3 സ്റ്റേജിൽ തന്നെ പാടിയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ അതൊന്നും എല്ലാം മെമ്മറബിൾ ആണ്, ഒന്നുകിൽ ഒന്ന്. ഡെഫിനറ്റ്ലി ഒരുപാട് ഷോസ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്. ദാസൻ്റെ കൂടെ ജാഫ്നയിൽ പാടിയ ഒരു ഷോ ഭയങ്കര, എനിക്ക് എൻ്റെ കല്യാണത്തിന് തൊട്ട് മുമ്പേ ജാഫ്ന അന്ന് ശ്രീലങ്കൻസിൻ്റെ ഒന്നും പ്രശ്നമില്ലാതിരിക്കുന്ന സമയമായിരുന്നു. ആ ഒരു ഷോ അങ്ങനെ ലോകത്തിൽ പോണ സ്ഥലത്ത് തമിഴ് ഷോസൊക്കെ എല്ലാ സ്ഥലത്തും ശ്രീലങ്കൻസാണ് നടത്തണേ. ഭയങ്കര പാട്ട് ക്രേസ് അവർക്ക്. അവർ നമ്മളിങ്ങനെ പൊക്കി നടക്കും. ഇത്ര സ്നേഹം അറിയാമോ? അവരുടെ എല്ലാ വീടുകളിലും ആ ഷോയുടെ കാസറ്റ് ഉണ്ട് അവർക്ക് ഇപ്പോഴും. അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് ഷോ ആയിരുന്നു ജാഫ്നയിൽ നടന്ന ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാം ഇസ് വെരി സ്പെഷ്യൽ. പിന്നെ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലൊക്കെ പോയി പാടി എവിടെയൊക്കെ വീണ് വീൽ ചെയറിൽ പോയി പാടിയിട്ടില്ലേ? അത് ഞാൻ പറയാം. അതിതാ ഇത് ഇവരാണ് വില്ലൻ. അത് US പോയപ്പോൾ സ്റ്റേജിൽ നടക്കുമ്പോൾ വയറ് ട്രിപ്പ് ചെയ്ത് കാല്, എനിക്ക് ഈ മുട്ട് ചെറിയ പ്രശ്നമുണ്ട്, ഇങ്ങനെ മുട്ടിൻ്റെ ചിരട്ട തെറ്റിപ്പോവും. അപ്പോൾ അത് വീണ് അപ്പം തന്നെ ഇട്ടു. അപ്പോൾ അവിടെ എഫ്യൂഷൻ അവിടെ ഇതുണ്ടായി. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഇതൊക്കെ ഇട്ടു. അടുത്ത പ്രോഗ്രാം തൊട്ട് ഞാൻ ഇതിലിരുന്നാണ് പാടണേ, വീൽ ചെയറിലിരുന്നാണ് പാടണേ. അപ്പോൾ US എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഈ ഇങ്ങനത്തെ അസുഖമുള്ളവർക്ക് തനിയെ എല്ലാ ലൈൻസും തനിയെ കിട്ടും. എവിടെ ഇതിന് കൊണ്ടുപോയാലും ഇപ്പം നമ്മൾ ഡിസ്നി വേൾഡിലൊക്കെ പോയാൽ തനിയെ. ഇത് ഈ 2 കുട്ടികളും, ദാസൻ്റെ മൂത്ത മോനും ഇവനും കൂടെ അവരുടെ ഇതെന്താ വെച്ചാൽ എയർപോർട്ടിലൊക്കെ വീൽ ചെയറിലെ സ്പീഡിൽ തള്ളിക്കണ്ട് നമുക്കതിന് മോനെ പതുക്കെ അയ്യോ ഈ കുട്ടികളെ അയ്യോ എന്ത് രസമായിരുന്നു ഇവിടെ കൊച്ചുനാളെ 2 പേരും കൂടെ. ഭർത്താവ് മോഹനൻ ചേട്ടൻ്റെ ഏത് ഗുണമാണ് സുജാതയ്ക്ക് ഇഷ്ടമെന്നാണ് വിജു ചോദിച്ചത്. വിജു എന്തോ ഒരു അജണ്ട വെച്ചിട്ടുള്ള ചോദ്യമുള്ളത്, എന്താ സംഭവം?
എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നോൺ ഇൻ്റർഫിയറൻസ്. ഇടപെട്ടില്ല, ഒരു കാര്യത്തിൽ ഇടപെടില്ല. എനിക്ക് എൻ്റെ ഫുൾ ഫ്രീഡം ലൈഫിൽ തന്നിട്ടുണ്ട്. അപ്പോൾ മോഹൻ വീട്ടിലുള്ളപ്പോൾ ആഹാരം വിളമ്പി കൊടുക്കണം, കൂടിയിരുന്ന് കഴിക്കണം, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ വന്ന് നേരത്തെ കഴിച്ചാലും എനിക്ക് പോകണമെങ്കിൽ ചിലപ്പോൾ നേരത്തെ പോകണമായിരിക്കും, വന്ന് കഴിച്ചാലും നോ കംപ്ലയിൻറ്റ്സ്. ആൻഡ് പക്ഷേ ഓൺ വൺ കണ്ടീഷൻ, തിരിച്ചും അങ്ങനെ തന്നെ മോഹൻ്റെ തിരിച്ചും ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. ബട്ട് ആക്ച്വലി പറയേണ്ടത് അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഹസ്ബൻഡ്. അത് എല്ലാത്തിനും നോണ്ടി ചോദിച്ചുകൊണ്ടിരിക്കും. എസ്പെഷ്യലി ഒരു ആർട്ടിസ്റ്റിനെ, ഈ സിംഗർ ആയാലും ആക്ട്രസ് ആയാലും, അതാണ് ഏറ്റവും പ്രശ്നം വരുന്ന ഒരു മേഖല. ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടേണ്ടി വരും. എല്ലാത്തിനെയും കുറിച്ച് ചോദിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഈർഷ്യയാണ്. ശ്വേതയെ കുറിച്ച് എം ജയേന്ദ്രൻ ചോദിച്ചു. ഒരുപക്ഷെ ഒരാളും കൂടി ഇങ്ങനെ ഒളിഞ്ഞിരിപ്പുണ്ട് ഒരു ചോദ്യമായിട്ട്. അതാരായിരിക്കാം, എന്തായിരിക്കും ചോദ്യം? ഇവിടെ എനിക്കറിയില്ല ഇതെന്താണെന്ന്. അത് ഇപ്പം രംഗത്തേക്ക് വരുന്നേ ഉള്ളൂ. നോക്കാം ആരാന്ന് നോക്കാം. നമസ്കാരം സുജാത മാഡം, നിങ്ങളൊക്കെ വിളിക്കുന്നത് സുജു എന്നാണ്. ഒരുപാട് ഡ്യുവറ്റ് ഞാൻ പാടിയിട്ടുള്ള സുജുവായിട്ടാണ്. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്, സുജു ആദ്യത്തെ 1-2 ചിത്രങ്ങളിൽ പാടിയതിന് ശേഷം പിന്നെ കല്യാണം കഴിച്ചു മോഹനെ. പിന്നെ പോയി പാലക്കാട് പോയി. പിന്നെ ശ്വേതയുടെ ഡെലിവറി എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റീ എൻട്രിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് പ്രിയദർശൻ ഗേവ് ഹർ എ ചാൻസ് ഇൻ നാളെ എന്തി മയങ്ങുമ്പോൾ. അന്ന് പ്രസാദ് 70mm ലാബ് തിയേറ്ററിൽ പാടാൻ വേണ്ടി ഞങ്ങൾ അടുത്തടുത്തിരുന്നപ്പം ലിറ്ററലി സുജു വിറക്കിയായിരുന്നു. കാരണം ഇതെങ്ങനെ പാടും എന്നുള്ളത്. അതിനുശേഷം സുജാത അവിടുന്ന് ഒരു ടേക്ക് ഓഫ്, ഒരു ബ്യൂട്ടിഫുൾ ടേക്ക് ഓഫ്, ഇന്നും വളരെ സജീവമായിട്ട് നിൽക്കുകയാണ്. എത്രയോ മനോഹരമായ ഗാനങ്ങൾ സുജു പാടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും സുജുവിൻ്റെ ഈ വളർച്ചയിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഞാൻ ചെയ്ത കുറച്ച് ചിത്രങ്ങളെ ഞാൻ സംഗീത സംവിധാനം ചെയ്തുള്ളൂ. അതിൽ ദാസേട്ടനുമായിട്ടുള്ള ചെമ്പഴുക്ക, അതുപോലെ തന്നെ ഞാൻ മകളെയും പാടിച്ചു ഒരു പടത്തിൽ, മാവിൻ ചോട്ടിലെ, അതിനൊക്കെ അവാർഡ് കിട്ടി. എന്തായാലും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. പക്ഷേ ഒരു ചെറിയ വിഷമമുണ്ട് എനിക്ക്. അത് ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല. ചെറിയ വിഷമമുണ്ട്. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. എം ജി ഒരു പടി പാടുന്നത് നിർത്തി. എന്താണ് വിഷമത്തിന് കാരണം? സുജാത മെമ്പർ എനിക്കറിയില്ല എന്താണ് എം ജിക്ക് വിഷമമുണ്ടെങ്കിൽ അപ്പൊ പറയുമല്ലോ. എന്തൊരു വിഷമമുണ്ട്? എനിക്കറിയില്ല ഒന്നുമില്ലാതെ എം ജി പറയും. എം ജി നമ്മുടെ സുഹൃത്തല്ലേ? ഓഫ് കോഴ്സ്. എനിക്കറിയില്ല. അത് എടുത്തിട്ടില്ലേ നിങ്ങള്? വിഷമം എന്താണെന്ന് എനിക്കറിയില്ല. അതിപ്പോ നിങ്ങൾ അല്ലേ പറയേണ്ടത്. എനിക്കറിയില്ലല്ലോ എന്താന്ന്. സത്യമായിട്ട് എനിക്കറിയില്ല എന്താന്ന്. ആണോ? എന്തായാലും ഈ ഇന്റർവ്യൂ കഴിഞ്ഞ പാടെ വിളിച്ചു ചോദിക്കണം. ഇതിപ്പോ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്താ അറിയാലോ, ചിലപ്പോൾ ഇതായിരിക്കില്ല പറഞ്ഞു വരുമ്പോൾ ഒരുപാട് പറയുകയും ചെയ്യും. അവസാനം ഇതായിരിക്കില്ല വേണം വിഷമത്തിന്റെ കാരണം. എനിക്കറിയില്ല ആക്ച്വലി എന്താന്ന്. കാരണം വിഷമം ഒന്നും വരാൻ സാധ്യതയില്ല. ഞങ്ങൾ വാട്സാപ്പിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ എം ജിയുടെ നമ്പർ ആയിരിക്കും വേണത്. വെറുതെ നമ്പർ, അത് നമ്പറാണെന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയൊന്നും വേണ്ട. അത് നമ്പറൊന്നും അല്ല, യഥാർത്ഥത്തിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ എന്തായാലും വിഷമം നമുക്ക് അന്വേഷിക്കണം. ഏതൊക്കെയാലും ഈ അഭിമുഖത്തിൽ എന്തായാലും വരുന്നുണ്ടോ? ഇല്ല, ഈ അഭിമുഖത്തിൽ എന്തായാലും ഇനി എം ജി വന്ന് പോയി, JB ജംഗ്ഷനിൽ വന്ന് പോയി. അതല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ വിഷമത്തെ കുറിച്ച് ചെമ്പഴക്ക കേട്ടണ്ട, നല്ല ചെമ്പഴക്ക നീ തരാര ചിരിക്കൊടുക്ക, തേൻ വരിക്ക നല്ല തേൻ വരിക്ക, ലിറിക്സ് മാവിൻ ചോട്ടിലേക്ക്. അത് കേട്ടാണ് ശ്വേതയുടെ പാട്ട്. ഞാൻ ശ്വേതയ്ക്ക് പിന്നെയും ഈ ഇടയ്ക്ക് നല്ലൊരു പാട്ട് കൊടുത്തു. ശ്രീകുട്ടൻ ഈസ് ഓൾവേസ് എ സ്പെഷ്യൽ പേഴ്സൺ. കാരണം എന്താ പറയുക, ശ്രീകുട്ടൻ്റെ വൈഫും ഞാൻ ആദ്യത്തെ ആ റെക്കോർഡിംഗ് റൂം ഞാൻ ഓർമ്മിക്കുമ്പോൾ ആ ഗ്രൂപ്പിൽ ശ്രീകുമാറും ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ എല്ലാ അസോസിയേറ്റഡ് മെമ്മറീസിലും ശ്രീകുമാറുണ്ട്. പ്രിയേട്ടൻ, ഞാൻ പ്രിയന്ന് വിളിക്കില്ല, പ്രിയേട്ടൻ, ലാൽ സാറ്, എത്ര ഷോസ് ഞങ്ങൾ ചെയ്തേക്കണു. പ്രിയനായ ഒരാളെ പ്രിയെന്ന് വിളിക്കാൻ കുഴപ്പമില്ല. അവിടെ പ്രിയല്ല, പെട്ടെന്ന് ഞാൻ വിളിക്കാറില്ല. പ്രിയനൊരു പേരല്ല, ഒരുപക്ഷെ ഒരു ഇഷ്ടമാണ്. അതെ. മറ്റൊരു പാട്ട് സുജാത, അല്ല ഇപ്പൊ ഇത് എന്താണ് എനിക്ക് പറഞ്ഞേ തരൂ.
എനിക്കറിയില്ലത്. Okay. ഞാനിത് ആരെ പറഞ്ഞത് ചോദിച്ചോളാം, ഇത് കഴിഞ്ഞ എന്താണിത്? MG ഒന്നും നമ്മളോടൊന്നും പറയില്ലല്ലോ. MG സുജാത ഒരുപാട് സംഗീത സംവിധായകന്മാരുടെ പാട്ടുകൾ ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ തന്മാത്ര എന്നുള്ള പടത്തിലെ എനിക്കൊന്ന് മോഹൻ സിത്താരയാണല്ലേ, അതെ, അസാധ്യമായ പാട്ടാണ് നല്ല ആ സിനിമ. ഒരുപക്ഷെ ആ സിനിമയുടെ ഒരു ഇൻറ്റൻസിറ്റി, അതിൻ്റെ ഒരു ആർദ്രത മാത്രമല്ല സാന്ദ്രതയും കൂടി വർദ്ധിപ്പിച്ചത് അതിൻ്റെ പാട്ടുകളാണ്. ആക്ച്വലി ഈ പാട്ട് മിണ്ടാതെടി കുയിലേ എന്ന് പറഞ്ഞ പാട്ട് സിനിമയിൽ ശ്രീകുട്ടൻ്റെ വേർഷനായിട്ടേക്കണേ. പക്ഷേ നമുക്ക് ചില സോങ്സ് ഒക്കെ റിപ്പീറ്റ് CD-യിൽ വരും. പക്ഷെ ചില പാട്ടുകൾ അതിൽ നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കും, ചേച്ചി നല്ലോണം പാടിയിട്ടുണ്ടെന്ന് അങ്ങനെ പറഞ്ഞൊരു പാട്ടാണ് ഈ മിണ്ടാതെടി കുയിലേ. MG രാധാകൃഷ്ണൻ്റെ ഓടക്കുഴൽ വിളി നല്ലൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു സുജാതയുടെ ഈ പറഞ്ഞ സംഗീത പ്രയാണത്തിലെ ഒരു 20-25 പാട്ടുകൾ എടുത്തു വച്ചാൽ അതിൽ വരുന്നൊരു പാട്ടാണ്. അതെ, വളരെ പ്രധാനപ്പെട്ട പാട്ട്. രാധാകൃഷ്ണൻ ചേട്ടൻ എനിക്ക് ഓടക്കുഴൽ വിളി എനിക്ക് എത്രത്തോളം ഫിലിം സോങ്സിൽ ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ആൾക്കാർ എനിക്ക് ഒരുപാട് സ്നേഹം തന്നൊരു പാട്ടാണ് ഓടക്കുഴൽ വിളി. അത് ഇന്നും കോമ്പറ്റീഷൻസിൽ പാടണു. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ സിനിമയിൽ ഞാൻ അധികം പാടിയിട്ടില്ല. ആക്ച്വലി സിനിമാ പാട്ടുകളിൽ ഏതോ 1-2 പാടിയിട്ടുള്ളൂ. ഒന്ന് നീലക്കുയിലെ ചൊല്ലു മാരിക്കിളിയെ ചൊല്ലു നീ, അത് പ്രിയേട്ടൻ്റെ സിനിമയിലെ പാട്ട്. പിന്നെ ആ യക്ഷിയുടെ എന്താണ് ഒരു മുറൈ വന്ന് പാർത്തായ, അത് ഒരു റീ റെക്കോർഡിങ് പോലെയാണ് അത് മുഴുവൻ പാടിയേക്കണ. അത് അങ്ങനെ വളരെ കുറച്ച് പാട്ടുകളെ പാടിയിട്ടുള്ളൂ. പക്ഷേ ലൈറ്റ് മ്യൂസിക് ഒരുപാട് പാടിയിട്ടുണ്ട്. രാധാകൃഷ്ണൻ ചേട്ടനെ പറയുമ്പോൾ എനിക്ക് എപ്പോഴും ആദ്യത്തെ ചിത്രം ഞാൻ ആദ്യം മീറ്റ് ചെയ്താണ് ഓർമ്മ. ഞങ്ങൾ AR ഞാൻ പ്രാവശ്യം ഇതുപോലെ പാടാൻ പോയപ്പോൾ രാധാകൃഷ്ണൻ ചേട്ടൻ ഷീ വാസ് സോ പ്രൗഡ് അബൌട്ട് ചിത്ര, ശിഷ്യല്ലേ. എൻ്റെ ഒരു മോൾ ഇവിടെ അന്ന് ഞാൻ പാടി നടക്കുന്ന സമയം, ബേബി സുജാതായിട്ടൊക്കെ ബലസി നടക്കുന്ന സമയം. അപ്പോൾ എൻ്റെ ഒരു ശിഷ്യ ഉണ്ട് ഇവിടെ, ഒന്ന് പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞ് എന്നിട്ട് വിളിച്ചു. അപ്പോൾ അന്ന് ചിത്ര തീരെ പ്യൂണി ഒരു കൊച്ചായിരുന്നു. അപ്പോൾ വന്നൊരു പാട്ട് പാടി, എൻ്റെ അമ്മേ ഇപ്പോൾ പറഞ്ഞ പോലെ എന്നെ പെർഫെക്റ്റ് ആയിട്ട്. അപ്പം എങ്ങനെയുണ്ടോ ഞാൻ പറഞ്ഞു, അയ്യോ രാധാകൃഷ്ണൻ ചേട്ടാ. അപ്പോഴേ അറിയാൻ ഇതൊരു അമിട്ടാണെന്ന്, പ്രതിഭാസമാണ്. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ചിത്ര, അരുന്ധതി, ഇവർ രണ്ടുപേരാണ് രാധാകൃഷ്ണൻ ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ശിഷ്യകൾ. എന്നെയും കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഞാനും അതിൽ ജോയിൻ ചെയ്തു. ഭയങ്കര രാധാകൃഷ്ണൻ നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹം നൽകിയ ആ നല്ലൊരു പാട്ട് നമുക്ക് പാടി അദ്ദേഹത്തിന് എന്താ പറയുക ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് രാധാകൃഷ്ണൻ ചേട്ടന് വേണ്ടി, പത്മ ചേച്ചിക്ക് വേണ്ടി. ആടിയ ദിവ്യാനുരാഗിലമാം
അസാധ്യമായൊരു പാട്ടാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ തലമുറയിലെ എല്ലാ ആൾക്കാരും ആ പാട്ട് വളരെ മധുരത്തോടെ നടത്തുന്നുണ്ടാകും. അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകൾ വേണമെങ്കിൽ നമുക്ക് സമ്മാനിക്കാമായിരുന്നു. ശരിക്കും അല്ലേ? സംഗീതത്തോടുള്ള ധാരണകൾ ഒരു സാധാരണ സംഗീത സംവിധായകൻ്റെ അപ്പുറത്തായിരുന്നു. ചിലപ്പോൾ തോന്നി ഈശ്വരൻ ഹാസ് ബീൻ സോ അൺഫെയർ. രാധാകൃഷ്ണൻ ചേട്ടൻ, രവീന്ദ്രൻ മാസ്റ്റർ, ജോൺ ചേട്ടനെയൊക്കെ പെട്ടെന്ന് ഞങ്ങൾ വിളിച്ചുകൊണ്ട് പിന്നെ ഇവരുടെ ജീവിതചര്യയിൽ ഉണ്ടായിട്ടുള്ള ചില വ്യതിയാനങ്ങളും സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതം എന്താ പറയണ്ടേ, അഭിമാനികളായിരുന്നു. ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണ്.